പെരുന്നാൾ കഴിഞ്ഞു, വിരുന്ന് കഴിഞ്ഞു, ടൂറ് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ളത് കല്യാണ സീസണാണ്. ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അയാൾക്ക് ഉപകാരമുള്ള ഒരു ഗിഫ്റ്റ് ആവണം നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. അതിനിപ്പോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് വന്നേക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ, പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ, വൈഫ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടല്ലോ. പുള്ളിക്കാരി ഒരു കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് പോകുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാനുള്ള ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്തായാലും പറ്റിയൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കല്യാണ ചെറുക്കന് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. എന്തായാലും ഇവള് ജെസ്സി എന്ന് പറയുന്ന ഇവള് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവള് എന്ത് ഇതാണ് ചെയ്യണമെന്നുള്ളത് മനസ്സിലായില്ല. ഒന്നാമത്തത് അവള് നോമ്പിന്റെ സമയത്ത് ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി നിർത്തുന്ന വിചാരിച്ച എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവള് അതിനെക്കുറിച്ച് ഇനി ഇടില്ലായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ ശരി, ഇവർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. പിന്നെ പ്രോഡക്റ്റ് ഇവരുടെ ആയിരിക്കില്ല, വേറെ പരസ്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്കത് പറ്റില്ല എന്ന് പറയുന്നത് ഇതിലല്ലാതെ വേറെ എന്തെല്ലാം നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് പരസ്യം ചെയ്യാൻ കിട്ടും. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാനം വിറ്റിട്ട് ഇത് ചെയ്യണ പോലുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ. ഒരു സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം യുവതി ഇങ്ങനെ നടു റോട്ടിൽ കിടന്നിട്ട് അണിഞ്ഞ് ഒരുങ്ങിയിട്ട് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്, ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഇതാണ്, ഇപ്പോൾ കല്യാണ സീസണാണ്, ഇപ്പോൾ ഉള്ള ചെറുക്കന്മാർക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്താണ് ഈ സമൂഹത്തിനുള്ള ഇത് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എല്ലാ ആണുങ്ങളും സ്റ്റാമിന ഇല്ലാത്തവരാണോ എന്നാണോ ജെസ്സി ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, പറയാൻ അറയ്ക്കുന്ന വാക്കുകളുണ്ട്. ഇതൊന്നും ഈ കമൻറ്റ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ മക്കളൊക്കെ ഇത് കാണുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, ചെറിയ പിള്ളേരടക്കം ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് ഫസ്റ്റ് കണ്ടതിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടെ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വല്ല കസിൻസിന്റെയോ അതേപോലെ ഫ്രണ്ട്സിന്റെയോ ഒക്കെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെയുള്ള ഗിഫ്റ്റുകൾ വാങ്ങിയിട്ട് ആരും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് നമ്മളെ കയ്യിലുണ്ടാവും, പിന്നെ വേറെ എന്തിനാ വാങ്ങണേ അല്ലേ? അപ്പൊ വേണമെന്നുള്ള പോലെ ഇന്ത്യ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളിട്ട്. അത് മാത്രല്ല, ഇന്ത്യ, UAE, സൗദി, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എല്ലായിടത്തും നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് പോയിട്ട് എല്ലാവരും ഓർഡർ ചെയ്തോളി. സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നമ്മളെ ഈ സ്റ്റാമിന സേവർ ഉണ്ടല്ലോ, 100% ഹെർബലാണ്. സാധനം വേറെ ലെവലാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഇത് എന്താണ്, എന്താ പറയുക, ഇതിനെന്താ പറയുക, നമ്മൾ പറയണവർ നമ്മൾ നാണിച്ചു പോകും. അത്രയ്ക്കും ഇതായിട്ടാണ് പറഞ്ഞത്. അത്രയ്ക്കും എന്താ പറയുക, അതപ്പതിച്ച് പോയോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. എന്താ പറയുക, എന്താണ് മക്കളെല്ലാം, കുഞ്ഞുമക്കളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതാണ്. അപ്പോൾ ഇതെന്ത് ഈ സ്റ്റാമിന അത് എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും അല്ലേ? അപ്പം നമുക്കേ നാണക്കേടാണ് ഇതിനെക്കുറിച്ച് പറയാനൊക്കെ. അപ്പോൾ ജെസ്സി എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യം ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാവണില്ല. അതിൻ്റെ കമൻറ്റ്സ് എടുത്ത് നോക്കിയാൽ പിന്നെ പറയണ്ട, നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ചെയ്യേല. അത്രയ്ക്കും ഇതായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ ബാഡ് കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, ഒരു വിഷമമാണ് നമുക്ക് ബാഡ് കമൻറ്റ്സ് വരുന്ന സമയത്ത്. ശരിയാണ്, എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ചെയ്യണതൊക്കെ. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ കുഞ്ഞാൻ നല്ല സമൂഹത്തിന് വേണ്ടി നല്ലതെല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കുഞ്ഞാൻ ഫാൻസ് വന്നിട്ട് എന്നെ പൊങ്കാലിടാൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കുഞ്ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് നന്മ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൽ കൂടെ തന്നെ പകുതി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു ഇത് ഈ വീഡിയോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര സമൂഹത്തിനൊരു ഇത് കൊടുക്കുന്നതിന് ഇത് ശരിയാണ്, വേണ്ടതാണ്. എങ്കിൽ കൂടെ ഒരു പെണ്ണ് ഇങ്ങനെ കിടന്ന് പറയുമ്പോൾ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഇത് ചെയ്തതിന് തെറ്റായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ലജ്ജ തോന്നി ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അവൾ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. എനിക്കും പാണ്ടിക്കാട് കുഞ്ഞാനും അതുപോലെ തന്നെ ജെസ്സി എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഈ സ്റ്റാമിനയുടെ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഇതാണതുകൊണ്ട് എനിക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു കല്യാണ ചെറുക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും പറ്റുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത് നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ എന്താണെന്നുള്ളത് അറിയിക്കട്ടെ. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിന് നല്ലൊരു അഭിപ്രായമല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.